വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുന്നേ ഡേ ടു ഡേ എന്നൊരു പർച്ചേസിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേ ടു ഡേന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി. ഡേ ടു ഡേന്നും പിന്നെ വേറെ കുറച്ച് ഷോപ്പൊന്നുമായിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിയത് ഈ ബെഡ് ലാമ്പാണ്. ഇത് 12 ദിർഹംസേ ഇതിനുണ്ടായിട്ടുള്ളൂ. ഡേ ടു ഡേ എന്നാണ് വാങ്ങിയത്. അപ്പോൾ 12 ദിർഹംസിന് ഇത് നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നി. കാരണം 12 ദിർഹംസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ ബെഡ് ലാമ്പൊന്നും 12 ദിർഹംസിനൊന്നും കണ്ടിട്ടില്ല എവിടെയും. അപ്പോൾ ഇതിൽ ബൾബ് ഇല്ല, കൂടെ ബൾബ് വരുന്നില്ല, അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. പക്ഷേ ബാക്കി ഫുള്ളും ഇത് നല്ല സെറാമിക്കിൻ്റെ മെറ്റീരിയലാണ്. എനിക്ക് നല്ലൊരു ഡീലായിട്ട് തോന്നി, നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വാങ്ങിയ ഐറ്റം. ഇതിൻ്റെ പല മോഡൽസ് ഉണ്ട് കേട്ടോ. ഞാനിത് വാങ്ങാൻ പോയ സമയത്ത് ഇത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പുതിയ മോഡലായിട്ട് പലതും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇനിയും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫസ്റ്റ് ഞാൻ വാങ്ങാൻ പോകുന്ന ടൈമിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പല ടൈപ്പിലുള്ളത് വരുന്നുണ്ട് അവിടെ. ഞാൻ വാങ്ങിയ സെക്കൻഡ് ഐറ്റമാണിത്. ഇതൊരു ക്യാൻഡിൽ ഹോൾഡറാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ലുക്ക് ഉണ്ട് ഇത് വെച്ചിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ക്യാൻഡിൽ ഇങ്ങനെ ലൈറ്റ് ചെയ്ത് കാണുമ്പോൾ നല്ല രസമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പല ഷേപ്പിലുള്ളതും ഉണ്ടായിരുന്നു. ഇതിന് 8 ദിർഹംസ് ആണ് ഉണ്ടായത്. നല്ലൊരു ഐറ്റമാണ്. പിന്നെ അടുത്തത് 2 ട്രേ ആണ്. 2 ബാംബൂ ട്രേ ആണ് വാങ്ങിയത്. ഇത് ഓൾറെഡി ഞാൻ മുന്നേ വാങ്ങിയതാണ്. ഇതാണ് ഞാൻ ഇപ്പം വാങ്ങിയ ട്രേ. ഇത് അതിൻ്റെ ചെറുതാണ്. ഇതിന് 11 ദിർഹംസ് ആണ് ചെറുതിന്. ഹാൻഡിലും ഇല്ല. ഇതിന് 13 ദിർഹംസ്. ഹാൻഡിലുണ്ട്, കുറച്ചും കൂടിയും വലുതാണ്. രണ്ടും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. 11 ദിർഹംസിനൊന്നും ഉണ്ടോയെന്ന്, പുറത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ഒക്കെ 25-നൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതെനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി. അങ്ങനെ ഞാൻ 2 ബാംബൂ ട്രേസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ ഒരു ടിഷ്യൂ ബോക്സാണ് വാങ്ങിയത്. ഞാൻ എൻട്രൻസിൽ തന്നെ വെക്കാൻ, ഷൂറാക്കിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു ടിഷ്യൂ ബോക്സാണ്. ഇത് ഹോം നെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ബോക്സാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ടിഷ്യൂ ബോക്സ് ഇടും. ഇതിന് 9 ദിർഹംസ് ആണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഇതൊരു ഡ്രെയിൻ ബാസ്ക്കറ്റ് ആണ്. സക്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനിത് വാങ്ങിയത് കിച്ചണിൽ സിങ്കിൻ്റെ അടുത്ത് സ്റ്റീൽ വൂളൊക്കെ ഞാൻ അവിടെയും ഇവിടെ ആയിട്ടിടല. കാരണം ഞാൻ എൻ്റെ ഡിസ്പെൻസർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈപ്പ് ഡിസ്പെൻസറാണ്. അപ്പോൾ അതിലൊരു സ്പഞ്ച് മാത്രമേ വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഉള്ളൂ. അപ്പോൾ സ്റ്റീൽ വൂൾ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഒരു പാത്രമൊക്കെ എടുത്തിട്ട് അതിലൊക്കെ വെക്കലാണ്. അപ്പോൾ അതിന് വേണ്ടി അതിൽ വെക്കുമ്പോൾ എന്താ ഡ്രെയിൻ ആവില്ല, വെള്ളം പുറത്തേക്ക് പോവില്ല, അതിലിങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സെക്ഷൻ ബാസ്ക്കറ്റ് വാങ്ങി. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വൂൾ ഇട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഇതിന് 3.50 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതും ഡേ ടു ഡേന്ന് തന്നെയാണ് വാങ്ങിയത്. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള 4 ഐറ്റംസും ഡേ ടു ഡേന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്.
ഞാൻ വാങ്ങിയ ഐറ്റാണിത്. ഇതൊരു സ്റ്റോറേജ് ബോക്സാണ്. ഹീറ്റർ പ്ലസ് സ്റ്റോറേജ് ബോക്സ് എന്ന് പറയാം. ഇതിങ്ങനെ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ ബോർഡ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഈ ബോർഡ് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇത് ഞാൻ ചാച്ചപ്പൂൻ്റെ ഡ്രസ്സുകളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നല്ലൊരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി. ഇത് മുന്നേ ഞാൻ പാനമരേറ്റ്സിൽ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാനമരേറ്റ്സിൽ ഇതിന് 45 ദിറംസ് ആണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ അന്നേ വാങ്ങണമെന്ന് വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെറുതായതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. ഇത് കുറച്ച് വലുതാണ്. കണ്ട ഇത്രയും സ്പേസ് ഉണ്ട്. ഇതിനാണെങ്കിൽ 20 ദിറംസേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് നല്ലൊരു ഡീലായിട്ട് തോന്നി. പാനമരേറ്റ്സിൽ സെയിം സാധനം, കാണാനൊക്കെ സെയിം സാധനം തന്നെയാണ് 45-ന് ഉണ്ടായത്. ഇതിൻ്റെ ഹാഫേ ഉള്ളൂ, ഇത്രയേ ഉണ്ടാവുള്ളൂ അതിൻ്റെ വലിപ്പം. അപ്പോൾ ഇത് നല്ലൊരു ഐറ്റം ആയിട്ട് തോന്നി. അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലാവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇതാണ് സ്റ്റിക്കി കേബിൾ ഹൂക്ക്. ഇത് അഡ്ഹസീവ് ആണ്. ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേബിൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വയേഴ്സൊക്കെ ഇങ്ങനെ ടേബിൾ മേലൊക്കെ വയേഴ്സൊക്കെ ഇങ്ങനെ പറന്ന് നടക്കലാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും വയേഴ്സൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 12 ഹൂക്സ് ഉണ്ട്. 12 ഹൂക്സിന് 399 ആണ്. 3.99 ആണ് റേറ്റ് ഉള്ളത്. ഇതും ഡേ ടു ഡേ തന്നെയാണ്. ഇതിന് സ്ക്രൂ ഒന്നും വേണ്ട, ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കുറേ കാലമായിട്ട് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചൊരു സാധനമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അങ്ങ് എടുത്തു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ പിക്ചർ വന്നിട്ട് ഇങ്ങനെ നമുക്ക് വയേഴ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ടേബിളൊക്കെ നല്ലോണം ഓർഗനൈസ് ചെയ്ത് വെക്കാം. നമുക്ക് വയേഴ്സൊക്കെ നല്ലോണം ഓർഗനൈസ് ചെയ്ത് വെക്കാം. എല്ലാം കൂടെ പരന്ന് കിടക്കില്ല. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്, സിംഗിൾ പീസസ് ആയിട്ട്. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഷീറ്റും ഉണ്ട്. അത് ഓരോന്നോരോന്നെടുത്ത് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കലാണ്. ആദ്യം തന്നെ ഞാൻ ഈ എക്സ്റ്റൻഷൻ ഒന്ന് വാൾമേലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സ്റ്റിക്ക് ചെയ്യുന്ന ഡബിൾ ടേപ്പും ഞാൻ ഡേ ടു ഡേ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് നല്ലൊരു ഐറ്റമാണ്. ഞാൻ കിച്ചണിൽ കുറേ കാലമായിട്ട് എക്സ്റ്റൻഷൻ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതത്ര പെട്ടെന്നൊന്നും വീണു പോവുമൊന്നുമില്ല. അപ്പം നല്ലോണം വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതും അങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഈ ഐറ്റത്തിന് 5 ദിറംസ് ആണ് കേട്ടോ ഡേ ടു ഡേയിൽ ഉണ്ടായിട്ടുള്ളത്. നല്ല ഐറ്റമാണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ടേബിൾ ക്ലോത്താണ്, പ്ലേറ്റ് ഹോൾഡറാണ് ഇത്. ആൻറ്റി സ്ലിപ്പറി പ്ലേറ്റ് ഹോൾഡറാണ്. ഇതിൻ്റെ പല കളറും ഉണ്ടായിരുന്നു. ഇതൊരു നല്ലൊരു റബ്ബർ ടൈപ്പ് മെറ്റീരിയലുള്ള സാധനമാണ്.
ഇതിന് 5 dirhams ആണ് ഉണ്ടായത്. 6 ഹോൾഡേഴ്സ് ഉണ്ട്, ആൻറ്റി സ്ലിപ്പറി ആയിട്ടുള്ള ഹോൾഡേഴ്സാണ്. അപ്പം ഇത് വാഷബിളും ആണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയാലും അത് വാഷ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ 6 എണ്ണമുള്ള ഒരു പാക്കായിരുന്നു ഞാൻ വാങ്ങിയത്. ഇതും ഡേ ടു ഡേ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഐറ്റമാണ് ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റ്. ഇതിങ്ങനെ ഹാങ്ങബിൾ സ്റ്റോറേജ് ബാസ്ക്കറ്റാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിമേൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് ബാസ്ക്കറ്റാണ്. ഈ ദിറംസേ ഉണ്ടായിട്ടുള്ളൂ. അത്യാവശ്യ സാധനങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആണ്, പല ഷേപ്പിലും പല സൈസിലും അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഹാങ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഫ്ലൂ സീസൺ ആയതുകൊണ്ട് തന്നെ ചാച്ചപ്പൂവിൻ്റെ കുറേ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനപ്പോൾ അതൊക്കെയാണ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫുഡ് സ്റ്റോറേജ് കവേഴ്സ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മുന്നേ നാട്ടിൽ നിന്ന് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെക്കാനുണ്ടെങ്കിൽ നമ്മളത് മൂടാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ തപ്പി നടക്കണമല്ലോ. അപ്പോൾ ഞാൻ ചില സമയത്ത് പ്ലേറ്റൊക്കെ എടുത്തിട്ട് അത് കവർ ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഇതാവുമ്പോൾ ഇതിങ്ങനെ വലിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ഡിഫറെൻറ്റ് സൈസിലുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലുത് കിട്ടിയത്, അതിൻ്റെ ചെറുത്, പിന്നെ ചെറുത്, അങ്ങനെ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് എത്ര ചെറുത് വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുവിധം എല്ലാ ഡിഷസിനും ഇടാൻ പറ്റിയ ടൈപ്പ് കവേഴ്സാണ്. ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ എപ്പോഴും കവർ ചെയ്യാൻ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പം എന്തെങ്കിലും ബൗൾസൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് കവർ ചെയ്യാൻ ഒരു സാധനം ഇല്ലാണ്ട് കളിക്കണം. ഞാൻ അധികവും വലിയ കവേഴ്സൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇടലാണ്, അല്ലെങ്കിൽ റാപ്പ് ചെയ്തിട്ട് ഇടലാണ്. ഇതാകുമ്പോൾ നല്ലോണം ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അതുമാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഇപ്പം വാട്ടർ മെലണൊക്കെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റാപ്പ് ചെയ്തിട്ട് വെക്കുമല്ലോ, അതിന് പകരം ഇതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡിലൊന്നിങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മതി. വാട്ടർ മെലൺ കവർ ചെയ്യുന്നത് ഗ്ലാസിൻ്റെ മുകളിൽ വരെ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് 6 പാക്ക് സെറ്റാണ്. പിന്നെ അതാ ഒരു ഓയിൽ ബ്രഷാണ്. ഇത് സിലിക്കോണിൻ്റെ ഓയിൽ ബ്രഷാണ്. 5 dirhams ഉണ്ട്. പുറത്തൊക്കെ 5 dirhams തന്നെ ആണെന്ന് തോന്നുന്നു ഇതിന്. പിന്നെ ഞാൻ എല്ലാം വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ കണ്ടപ്പോൾ ഇതും കൂടി വാങ്ങിയതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു സെറ്റാണ്, ഈ ഒരു ബോൾ സെറ്റ്. ഇതാ ഇങ്ങനെ ഒരു ബോൾ സെറ്റാണ്. ഇതിൽ വേണമെങ്കിൽ നട്ട്സ് ഇടാം, പിന്നെ സോസസ് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നല്ല രസമായിരിക്കും ഇതിലിങ്ങനെ സെർവ് ചെയ്തിട്ട് വെക്കുമ്പോൾ. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. ഇതിന് 12 dirhams ആണ് ഉണ്ടായത് ഇത് മൊത്തമായിട്ട്. ഇത് ഞാൻ വാങ്ങിയത് ഡേ ടു ഡേ എന്നല്ല, വേറൊരു ഷോപ്പിൽ നിന്നാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള വേറൊരു ഷോപ്പാണിത്. അതിന് 12 dirhams ആണ് ഉണ്ടായത്. ഞാൻ വെറുതെ അതൊന്ന് തുറന്നപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് വാങ്ങി. നല്ലൊരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നെക്സ്റ്റ് ഇതാ 6 പീസസ് ബോൾ സെറ്റാണ്. ഇതിന് 8 dirhams 7.99 ആണ്. 8 dirhams ആണ് ഉണ്ടായത്. ഇതാണ് ബോൾ, ഒരു ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ നമുക്ക് ഐസ്ക്രീം അല്ലെങ്കിൽ കസ്റ്റർഡ് പുഡിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിനെല്ലാം കൂടെ 8 dirhams ഉള്ളൂ. 8 dirhamsന് എത്ര പീസസ്? 6 പീസസ് ഉണ്ട്. 8 dirhamsന് 6 പീസസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഡീലാണ്.
അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഗ്ലാസ് ആണ് കേട്ടോ, ഇത് ഗ്ലാസിൻ്റെ ഒരു ബൗളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബൗളും വാങ്ങി. ആണ് അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്. ബ്ലൂ ഉണ്ടായിരുന്നു, ലാവൻഡർ കളർ ഉണ്ടായിരുന്നു, പിന്നെ ഗ്രീൻ കളറും ആണ് ഉണ്ടായത്. നെക്സ്റ്റ് ഐറ്റം എഗെയിൻ ഒരു ബോളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിഡുള്ളൊരു ബോളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മെയിനായിട്ട് വാങ്ങിയത്. എനിക്കിങ്ങനെ കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, നമ്മളിപ്പോൾ കറിയോ എന്തെങ്കിലുമൊക്കെ സെർവ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കവർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പം എല്ലാം കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ലിഡുള്ള ഐറ്റമും പിന്നെ ഇതിന് ഫിക്സ് ആവാൻ പറ്റുന്ന ചെറിയ ലിഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബൗളെടുത്താൽ ചിലപ്പോൾ വലിയ ലിഡൊക്കെ വെച്ചിട്ട് കവർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പ്ലേറ്റൊക്കെ വെച്ചിട്ട് കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ സെർവ് ചെയ്തിട്ട് ടേബിളിൽ കൊണ്ടുവച്ചാൽ തന്നെ നമുക്കിത് കവർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ ഇങ്ങനെ കവർ ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിന് ഒന്നിന് 11 ദിർഹംസ് ആണ്. ഇത് നല്ല സെറാമിക് ആണ്, ഇത് ഗ്ലാസ്സും ആണ്, സെറാമിക്കും ഗ്ലാസും. ഇതിൻ്റെ ഈ ഹാൻഡിൽ മാത്രമാണ് കുറച്ച് ലൈറ്റ് വെയിറ്റ്, ക്വാളിറ്റി കുറഞ്ഞ പോലെ തോന്നുന്നത്. ഇത് നല്ല ഗ്ലാസ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഇത് നല്ല വെയിറ്റുള്ള സെറാമിക് തന്നെയാണ്. ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഇത് ചെറിയ ചെറിയ ഇങ്ങനെ കണ്ടെയ്നേഴ്സാണ്. ഞാൻ മെയിനായിട്ട് ഇത് ടിഫിനിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. കാരണം നമുക്ക് ചെറിയ ഐറ്റംസ് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഞാൻ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കലാണ്. ഇതാകുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഇങ്ങനെ കുറച്ചിട്ടിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ട് പോവില്ല, അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് 6 പീസസ് ആണുള്ളത്. എല്ലാത്തിനും ലിഡ് ഉണ്ട്, പിന്നെ നല്ല എയർ ടൈറ്റ് ലിഡാണ്. പിന്നെ വാം ഐറ്റംസ് ഒക്കെ ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റും. 50 ml കൊള്ളുന്ന ഒരു കണ്ടെയ്നറാണ്. നെക്സ്റ്റ് ആണിത്. ഇതൊരു അഡ്ഹീസീവ് റോളാണ്. 5 യാർഡുള്ളൊരു റോളാണിത്. നമുക്ക് വോളുമേൽ സ്റ്റിക്ക് ചെയ്യാം, പിന്നെ ടേബിൾ മേൽ, അങ്ങനെ പല യൂസേഴ്സും ഉണ്ട് ഇതിനെ കൊണ്ട്. ടേബിൾ മേലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വുഡൻ ടൈപ്പ് ഉള്ളത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് കാർഡ്ബോർഡ്സ് ഉണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ അതൊന്നും എനിക്ക് കളയാൻ വേണ്ടിയിട്ട് തോന്നില്ല, ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. 11 ദിർഹംസ് ആണ്, 10.9. പുറത്തൊന്നും 11 ദിർഹംസിനൊക്കെ ഇത് കിട്ടും. ഞാൻ മുന്നേ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു വുഡൻ ടൈപ്പ് ഉള്ളത്. അത് 11 ദിർഹംസിന് തന്നെയാണ് ഞാൻ പുറത്തുനിന്ന് വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. ഇത് ഡേ ടു ഡേ എന്നാണ് വാങ്ങിയത്. ഇതാണ് ലാസ്റ്റ് ഐറ്റം. ഇത് മെയ്ഡ് ഇൻ ഇറ്റലി ആണ്. ഇത് ഇങ്ങനെ റെക്റ്റാങ്കുലർ ഷേപ്പ് പ്ലേറ്റ്സ് ആണ്. ഇതിൽ ഞാൻ ആദ്യമേ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒന്ന് വാങ്ങി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പം ഞാൻ അതിൻ്റെ 3 എണ്ണം കൂടെ വേറെ വാങ്ങിയതാണ്. കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റും. സ്നാക്സ് മാത്രമല്ല, നമുക്ക് സൈഡ് ഡിഷസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും സെർവ് ചെയ്യാം. നമുക്കിപ്പോൾ ലഞ്ച് ടൈമിൽ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അതും സെർവ് ചെയ്ത് വെക്കാം. അങ്ങനെ എല്ലാ സാധനങ്ങളും സെർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെയും ബ്ലാക്ക് കളറും ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.